അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന അഖീദ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കുന്ന രൂപം ആദ്യം പരീക്ഷാ ഹാളിൽ എങ്ങനെയാണോ ചോദ്യപേപ്പർ വായിക്കുക, ആ രൂപത്തിൽ ആദ്യം ഞാൻ പരീക്ഷാ പേപ്പർ വായിക്കും. ആ സമയത്ത് നിങ്ങൾ ഉത്തരങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ സെഷനിൽ ഞാൻ ഉത്തരങ്ങൾ വായിക്കും. ആ സമയത്ത് നിങ്ങൾ കണ്ടുപിടിച്ച എത്ര ഉത്തരങ്ങൾ ശരിയാണ് എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്കോറ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായവും രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് ആദ്യത്തെ ചോദ്യം വായിക്കാം. യോജിപ്പിച്ചവ ചേർക്കാം. 6 ചോദ്യങ്ങളാണുള്ളത്. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ്. ഉത്തരങ്ങൾ: പണ്ഡിതന്മാർ, സുന്നത്ത്, ബർസഖ്, പുനർജന്മം, വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത്, ഫത്വാന. ഇതാണ് ഉത്തരങ്ങൾ. ഈ ഉത്തരങ്ങൾ താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് നേരെ യോജിച്ചവ എഴുതണം. ഒന്നാമത്തെ ചോദ്യം: അൽ ബഅസ്. ബഅസ് എന്നാൽ എന്ത്? അതിന് ഉത്തരം ഞാൻ വായിച്ച ഉത്തരങ്ങളിലുണ്ട്. ഏതുത്തരമാണ് അത് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. ബഅസ് പണ്ഡിതന്മാരാണോ, സുന്നത്താണോ, ബർസഖാണോ, പുനർജന്മാണോ, ഏതാണെന്ന് എഴുതുക. 2, മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ഏതെന്ന് എഴുതുക കേട്ടോ. 3, ഇസ്ലാമിൻ്റെ 2ാമത്തെ അടിസ്ഥാന പ്രമാണമാണ് ഏത്? അതും മുകളിലുള്ള ഉത്തരങ്ങളിലുണ്ട്. ഉത്തരം അവസാനം ഞാൻ പറഞ്ഞു തരും. ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുക. 4ാമത്തെ ചോദ്യം: ബിദ്അത്ത് ഹസനത്തിൻ്റെ ഉദാഹരണമാണ്. ബിദ്അത്ത് 2 രൂപത്തിലുണ്ടല്ലേ. ബിദ്അത്ത് ഹസന, അതായത് നല്ല പ്രവർത്തികൾ, നബിതങ്ങൾക്ക് ശേഷം കൊണ്ടുവന്ന നല്ല പ്രവർത്തികൾക്കാണ് ബിദ്അത്ത് ഹസന. അതിന് ഉദാഹരണം, അതായത് നബിയുടെ കാലത്തിലില്ല, നബിതങ്ങൾക്ക് ശേഷം കൊണ്ടുവന്ന നല്ല കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് ഹസന എങ്കിൽ, ബിദ്അത്ത് ദലാല എന്ന് പറഞ്ഞാൽ നബിയുടെ കാലത്തില്ല, അത് പിന്നീട് കൊണ്ടുവന്നു, പക്ഷേ അത് ഉപദ്രവമാണ്. അതാണ് ബിദ്അത്ത് ദലാല. അതിന് ഉദാഹരണമാണ് ചോദിച്ചത്. ഉത്തരം അവസാനം ഞാൻ പറഞ്ഞു തരാം. 5ാമത്തെ ചോദ്യം: പ്രവാചകരുടെ അനന്തരാവകാശികളാണ് ആര്? 6ാമത്തെ ചോദ്യം: ബുദ്ധി കൂർമ്മത, അതിന് അറബിയിൽ പറയുന്ന പേര്. ഉത്തരങ്ങൾ എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. അവസാനം ഞാൻ ഉത്തരങ്ങൾ എല്ലാത്തിൻ്റെയും ഒരുമിച്ച് പറയും ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം തെറ്റും ശരിയും തന്നിട്ട് അതിൽ ശരി താഴേക്ക് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാം. 1, അമ്പിയാക്കൾ പാപ സുരക്ഷിതരാണ്. 2, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ജിബ്രീലിനെ ഹിറാ ഗുഹയിൽ വെച്ച് നബിതങ്ങൾ ജിബ്രീലിൻ്റെ ശരിക്കുള്ള രൂപത്തിൽ കണ്ടിട്ടുണ്ട് എന്ന്. ശരിയാണെങ്കിൽ താഴത്തേക്ക് എടുത്ത് എഴുതാം. 3, തൗഹീദിൻ്റെ നേർ വിപരീതമാണ് വഹ്ദാനിയ. 4, പരലോകത്ത് സജ്ജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണ് സ്വർഗം. നല്ല ആൾക്കാർക്ക് അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണ് സ്വർഗം. ഇതിൽ 4 പ്രസ്താവനകൾ ഞാൻ വായിച്ചു. അതിൽ ശരിയായ പ്രസ്താവനകൾ മാത്രം താഴത്തെ കള്ളിയിലേക്ക് എടുത്ത് എഴുതാം. ഇപ്പോൾ നിങ്ങൾ ഒരു പേപ്പറിലോ നോട്ടിലോ എഴുതി വെച്ചാൽ മതി. അവസാനം ഞാൻ ഉത്തരങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചത് എത്ര എണ്ണം ശരിയായെന്ന് നോക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
3 1 വീതം എഴുതാം. ഹൗലുൽ കൗസറിൻ്റെ വിശേഷണം. ഹൗലുൽ കൗസറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് തന്നെയാണ് വിശേഷണം. അതിൽ 1 എഴുതുക. ഞാൻ ഒരുപാട് പറഞ്ഞു തരുന്നുണ്ട്. അവസാനം 2 സിറാത്ത് പാലത്തിൻ്റെ വിശേഷണം. സിറാത്ത് പാലത്തിൻ്റെ വിശേഷണങ്ങൾ 1 എഴുതുക. 3 ഖിയാമത്ത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളം. ഖിയാമത്ത് നാൾ ഏകദേശം സംഭവിക്കും എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ കാണുന്ന അടയാളങ്ങൾ. 4 സുന്നത്തിൻ്റെ ഭാഷാർത്ഥം. സുന്നത്തിന് പറയുന്ന മലയാള അർത്ഥം എന്താണെന്ന് ചോദിച്ചു കേട്ടോ, അതാണ് ഭാഷാർത്ഥം. 5 ദഅവത്തിൻ്റെ ഇനങ്ങൾ. ഉത്തരങ്ങൾ അവസാനം പറയും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഉത്തരം എഴുതാം. 1 ബിദ്അത്ത് ളലാല ആകുന്നു, അത് ഏത്? ഉത്തരം എഴുതുക. അവസാനം ഞാൻ പറഞ്ഞു തരാം, ഇപ്പം നിങ്ങൾ എഴുതുക. 2 സ്വർഗത്തിൽ ഇല്ല, എന്തെല്ലാമാണ് സ്വർഗത്തിൽ ഇല്ലാത്തത്? അത് എഴുതുക. 3 മഹ്ശർ എന്നാൽ എന്ത്? മഹ്ശർ എന്നാൽ എന്ത്? 4 വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പല കാര്യങ്ങളെയും വിശദീകരിച്ചത് എന്താണെന്നുള്ള എഴുതുക. 5 സഫറ എന്ന മലക്കുകളുടെ ജോലി എന്താണ്? എല്ലാ മലക്കുകൾക്കും ഓരോ ജോലി ഉണ്ടല്ലോ. അതിൽ സഫറ എന്ന മലക്കുകളുടെ ജോലി എന്താണെന്നാണ് ചോദ്യം. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പൂരിപ്പിക്കാം എന്നുള്ളതിൽ 1ാമത്തെ ചോദ്യം അൻതഖനല്ലാഹു ഡാഷ് കുല്ല ഷൈഇൻ ലാ തഖൂമുസ്സാഅ ഡാഷ് അല്ലാഹ്. അടുത്തത് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്, വ്യക്തമാക്കാം. അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നാൽ എന്ത് എന്ന് നിങ്ങൾ വ്യക്തമാക്കിയിട്ട് എഴുതുക. 2 ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദഅവത്ത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് എഴുതുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും എല്ലാ ഉത്തരങ്ങളും കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുന്നു. ചിലർക്ക് ചില ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല, വിഷമിക്കേണ്ട. ഞാൻ ഉത്തരങ്ങൾ പറഞ്ഞു തരാം, നിങ്ങളത് ആവർത്തിച്ച് വീണ്ടും വീണ്ടും കേൾക്കുക. ഇനി ഞാൻ ഉത്തരങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച എത്ര ഉത്തരങ്ങൾ ശരിയായിരുന്നു, എത്ര ഉത്തരങ്ങൾ തെറ്റായിരുന്നു എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഉത്തരങ്ങൾ പറയാൻ പോവുകയാണ്. എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബഅസ് എന്നാൽ പുനർജന്മം എന്നാണ് അർത്ഥം. 2ാമത്തെ ചോദ്യം മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ്. മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഖ്. അതായത് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഒന്നുകൂടി ജീവിക്കുന്നത് വരെയുള്ള ലോകമാണ് ബർസഖ്. 3 ഇസ്ലാമിൻ്റെ 2ാമത്തെ അടിസ്ഥാന പ്രമാണമാണ് സുന്നത്ത്. സുന്നത്താണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. 4 ബിദ്അത്ത് ഹസനത്തിൻ്റെ ഉദാഹരണമാണ്. ബിദ്അത്ത് ളലാലയുണ്ട്, ഹസനയുണ്ട്. ളലാല ചീത്തയാണ്, ഹസന നല്ലതാണ്. അതിൽ ഹസനത്തിൻ്റെ ഉദാഹരണമാണ് ചോദിച്ചത്. ഉദാഹരണം 1 വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത്. 4ാമത്തത് അതിൻ്റെ ഉത്തരമാകുന്നു വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത് എന്നുള്ളത്. 5ാമത്തതിന് ഉത്തരം പണ്ഡിതന്മാർ എന്നാണ്. പ്രവാചകരുടെ
അനന്തരാവകാശികൾ ആര്? പണ്ഡിതന്മാർ എന്നാണ് 5-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. 6 ബുദ്ധി കൂർമ്മത, അതിന് പറയുന്ന പേര് ഫത്വാന എന്നാണ്. ബുദ്ധി കൂർമ്മത, ഫത്വാന. 2 ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാം. ഇതിൽ ശരിയുമുണ്ട് തെറ്റുമുണ്ട്. ശരിയായ പ്രസ്താവനകൾ ഞാൻ വായിക്കാം. നിങ്ങൾ ഇത് തന്നെയാണോ എടുത്ത് എഴുതിയത് എന്നുള്ളത് പരിശോധിക്കുക. ശരിയായ പ്രസ്താവന 1, അമ്പിയാക്കൾ പാപ സുരക്ഷിതരാണ്. അമ്പിയാക്കൾ പാപ സുരക്ഷിതരാണ്. 1-ാമത്തത് ശരിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ 2-ാമത്തതും ശരിയാണ്. 3-ാമത്തത് തൗഹീദിൻ്റെ നേർവിപരീതമാണ് വഹ്ദാനി, തെറ്റാണത്. അപ്പോൾ അതില്ല. 4-ാമത്തത് പരലോകത്ത് സജ്ജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണ് സ്വർഗം, ശരിയാണ്. 4-ാമത്തെ ശരിയാണ്. അപ്പോൾ ഈ 3-ാമത്തെ ശരി പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാം എന്നുള്ളതിൽ 1 തെറ്റുണ്ടായിട്ടുള്ളൂ കേട്ടോ. മുമ്പ് ഡിസ്കഷൻ ചെയ്ത പേപ്പറിലും അതുപോലെ തന്നെ 1 തെറ്റുണ്ടായിട്ടുള്ളൂ. ബാക്കി 3ഉം ശരിയായിരുന്നു. ഇതിൽ തെറ്റ് 3-ാമത്തതാണ്. വഹ്ദാനിയത്തിൻ്റെ നേർ വിപരീതമാണ് തൗഹീദി എന്നുള്ളതാണ് തെറ്റ് കേട്ടോ. ബാക്കി 1ഉം 2ഉം 4ഉം ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം 1 വീതം എഴുതാം. ഹൗലുൽ കൗസറിൻ്റെ വിശേഷണം ഞാൻ പറഞ്ഞു തരാം. അത് വളരെ വലുതാണ്. അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്. ബാക്കി പേജ് നമ്പർ 34 നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ അഖീദയിലെ പേജ് നമ്പർ 34 നോക്കിയാൽ കാണാം. ഇനിയുമുണ്ട് ഒരുപാട്. 3-ൽ 2, 3-ാമത്തെ ക്വസ്റ്റ്യനിൽ 2-ാമത്തെ ക്വസ്റ്റ്യൻ സിറാത്ത് പാലത്തിൻ്റെ വിശേഷണം. അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, മുടിയേക്കാൾ നേരിയതാണ്. പിന്നീടും ഇനിയും ഒരുപാട് വിശേഷണങ്ങൾ സിറാത്ത് പാലത്തിനുണ്ട്. അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 34 നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 3-ൽ 3 ഖിയാമത്ത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളം. ഇമാം മഹ്ദി വരൽ, ദജ്ജാൽ പുറപ്പെടൽ. ഇനിയുമുണ്ട്, നിങ്ങൾ പുസ്തകം നോക്കി കണ്ടുപിടിക്കുക. 4 സുന്നത്തിൻ്റെ ഭാഷാർത്ഥം, ചര്യ, മാർഗം, നടപടി, ക്രമം. ഇവയൊക്കെയാണ് സുന്നത്തിൻ്റെ ഭാഷാർത്ഥം. 1 എഴുതിയാൽ മതി. 1 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ പറയുകയാണ്. ഈ വായിച്ച ഈ 3-ാമത്തെ ക്വസ്റ്റ്യനിൽ എല്ലാതും 1 എഴുതിയാൽ മതി കേട്ടോ. സുന്നത്തിൻ്റെ ഭാഷാർത്ഥം, ചര്യ എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കുണ്ട്. 5 ദഅവത്തിൻ്റെ ഇനങ്ങൾ. ദഅവത്തിൻ്റെ ഒരുപാട് ഇനങ്ങളുണ്ട്. അതിൽ ഒരു ഇനം എഴുതാം. അവിശ്വാസികളിലേക്ക് സത്യമതത്തിൻ്റെ സന്ദേശം എത്തിക്കുക. വിശ്വാസികളെ സത്യപാതയിലേക്ക് വിളിക്കുകയും അവർക്ക് ഉത്ബോധനം നൽകുകയും ചെയ്യുക. ഇതിലേതെങ്കിലും 1 എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്തത് 4-ാമത്തെ ക്വസ്റ്റ്യൻ. ഉത്തരം എഴുതാം. ബിദ്അത്ത് ളലാല ആകുന്നു ഏത്? ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽ പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കൽ. ഖുർആന്, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്കെതിരായി ദീനിൽ പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കുന്നതിനാണ് ബിദ്അത്ത് ളലാല എന്ന് പറയുന്നത്. രണ്ടാമത്തത് സ്വർഗത്തിൽ ഇല്ല എന്തെല്ലാം.
സ്വർഗത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാം ചോദിച്ചത്? ഇപ്പം എന്തെല്ലാം സ്വർഗത്തിൽ ഇല്ലാത്തത്? രോഗം സ്വർഗത്തിലില്ല. പിന്നെയോ വാർദ്ധക്യം, വയസ്സാവുക, അതും സ്വർഗത്തിലില്ല. പിന്നെ മരണം, സ്വർഗത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മരിക്കുകയില്ല. ഇപ്പോൾ രോഗം, വാർദ്ധക്യം, മരണം ഇവയാണ് സ്വർഗത്തിൽ ഇല്ലാത്തത്. 3. മഹ്ശറ എന്നാൽ എന്ത്? ആദം നബി അലൈഹിസ്സലാം മുതൽ, അതായത് ആദ്യത്തെ മനുഷ്യനുള്ള ആദം നബി, ആ ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള സകല മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പ്രവിശ്യാല മൈതാനിയാണ് മഹ്ശറ. അതായത് ആദ്യ മനുഷ്യ മുതൽ അവസാന മനുഷ്യൻ വരെ സകല ജീവികളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പ്രവിശ്യമാണ് മഹ്ശറ. ഒന്നും കൂടി ഉത്തരം, ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള സകല മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പ്രവിശ്യാലയമാണ് മഹ്ശറ. 4-മത്തെ ചോദ്യം, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പല കാര്യങ്ങളെയും വിശദീകരിച്ചത് എന്താണ്? സുന്നത്താണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പല കാര്യങ്ങളെയും വിശദീകരിച്ചത്. 5-മത്തത്, സഫറ എന്ന മലക്കുകളുടെ ജോലി എന്താണ്? സഫറ എന്ന വിഭാഗം മലക്കുകളുണ്ട്, അവരുടെ ജോലി, ഉത്തരം ഞാൻ പറയാണ്, ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും പകർത്തി എഴുതൽ. എന്താണ് അവരുടെ ജോലി? ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും പകർത്തി എഴുതലാണ് സഫറ എന്ന മലക്കുകളുടെ ജോലി. 5-മത്തെ ചോദ്യം പൂരിപ്പിക്കാം. അന്തഖനല്ലാഹു ഡാഷ് കുല്ല ഷൈഇൻ, ഡാഷ് എന്നുള്ളിടത്ത് അല്ലസി അന്തഖ എന്നാണ്. 5-2 ലാ തഖൂമുസ്സാഅത്തു ഡാഷ് അല്ലാ ലാ തഖൂമുസ്സാഅത്തു ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാ ഹത്താ ലാ യുഖാല ഫിൽ അർളി എന്നാണ്. അതായത് അല്ലാ എന്ന് പറയുന്ന ഒരാൾ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഖിയാമത്തിനാൾ സംഭവിക്കുകയില്ല. അപ്പം അത്രയും കാലം മോശമായാലാണ് അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ ഒരാളും ഉണ്ടാവാത്തൊരവസരത്തിൽ വരുമ്പോഴാണ് ഖിയാമത്തിനാൾ സംഭവിക്കുക. അപ്പോൾ കാലം കഴിയും തോറും വളരെ മോശമായി കൊണ്ടിരിക്കും ആളുകളുടെ സ്വഭാവമൊക്കെ. അടുത്തത് വ്യക്തമാക്കാം, ഏറ്റവും അവസാനത്തെ ഭാഗമാണ് കേട്ടോ ചോദ്യങ്ങളിൽ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്താണ് എന്ന് വ്യക്തമാക്കുക. നബിയുടെ ചര്യയും, നബിയുടെ ചര്യ എന്ന് പറഞ്ഞാൽ സുന്നത്ത്, അപ്പോൾ നബിയുടെ ചര്യയും സ്വഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റിയവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. 2. ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴി തെറ്റിയവരെയും ക്ഷണിക്കൽ, അതാണ് ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴി തെറ്റിപ്പോയവരെയും ക്ഷണിക്കൽ. എല്ലാവർക്കും എല്ലാ ഉത്തരവും ശരിയാണെന്ന് കരുതുന്നു. ഇനി അല്ലാത്തവർ എന്ത് ചെയ്യുക? വീണ്ടും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഇൻഷാ അല്ലാഹ് ഈ ചോദ്യങ്ങളിൽ നിന്ന് ചില ചോദ്യങ്ങളൊക്കെ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. എല്ലാവരും ക്ലാസ് ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.